السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ, അതായത് സൂറ ബഖറയിലെ 41-ാമത്തെ വചനത്തിനുള്ള വിശദീകരണമായിട്ട് ബനി ഇസ്രായേൽ സന്തതികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും ഒടുവിൽ അവർ നന്ദിയില്ലാത്തവരായി തീർന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രസ്തുത വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഇസ്രായേൽക്കാരെ എന്തുകൊണ്ടാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? ഇസ്ലാമിന് മുമ്പുള്ള അവസാനത്തെ ജനത എന്ന നിലയിൽ അവർക്കെല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ ദേ ആർ മോർ ആൻസറബിൾ ടു ഹിം. അള്ളാഹുവിനോട് അവർ കൂടുതലായി ഉത്തരം നൽകേണ്ടതായിരുന്നു മറ്റേതൊരു ജനതയെക്കാളും. കാരണം ഇസ്ലാമിന് മുമ്പുള്ള ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്യപ്പെട്ട ഒരു ജനതയായി അവരെ അള്ളാഹു തിരഞ്ഞെടുത്തിരുന്നു. അവർ അതിനെ ധിക്കരിച്ചപ്പോൾ, നിഷേധിച്ചപ്പോൾ, ദ ഇസ്രായേൽസ് ഹാവ് നൗ ലോസ്റ്റ് ഗോഡ്സ് ഫേവർ. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ഇപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. കാരണം ബൈ ഫെയിലിംഗ് ടു ഫുൾഫിൽ ഹിസ് കവനൻസ്, അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം അവർ പൂർത്തിയാക്കുന്നതിൽ പരാജിതരായി. ആൻഡ് ദാറ്റ് ഗോഡ് ഹാസ് therefore now decided to choose a new people for his favor. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നൽകുവാൻ മറ്റൊരു തലമുറയെ, മറ്റൊരു ജനതയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഫ്രം ദിസ് വേഴ്സ്, ഈ വചനത്തിൽ നിന്നും വി ക്യാൻ ഹാവ് ആൻ ഐഡിയ ഓഫ് ഹൗ മച്ച് അള്ളാഹ് ലവ്ഡ് ദീസ് പീപ്പിൾ. നമുക്ക് കിട്ടുന്ന ഒരു ആശയം ഈ ജനതയെ അള്ളാഹു എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഹി മസ്റ്റ് ഹാവ് ലവ്ഡ് സോ ദം. തീർച്ചയായിട്ടും അള്ളാഹു തആല അവരെ സ്നേഹിച്ചിരുന്നു. സോ മച്ച് ദാറ്റ് ഹി വാണ്ടഡ് ടു സീ ദം ഓൺ ദ റൈറ്റ് പാത്ത്. അതുകൊണ്ട് തന്നെ ആ ജനതയെ നേർപാതയിലൂടെ സഞ്ചരിക്കുന്നത് കാണുവാൻ അള്ളാഹു ആഗ്രഹിച്ചു. ഫോർ ദിസ് പർപ്പസ്, കാരണത്താൽ, he thus sent from time to time a series of prophets. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അവരിലേക്ക് സമയാസമയങ്ങളിൽ, കാലാകാലങ്ങളിൽ ദൂതന്മാരെ, പ്രവാചകന്മാരെ അവരിലേക്ക് നിയോഗിച്ചു കൊണ്ടിരുന്നത്. ടു ഇല്യൂമിനേറ്റ് their souls and hearts, അവരുടെ ഹൃദയങ്ങളും ആത്മാക്കളും പ്രകാശഭരിതമായി തീരുന്നതിനായി. And now the Muslims have got this golden love of Allah. ഇപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം മുസ്ലിങ്ങൾക്ക് ലഭ്യമായിരിക്കുകയാണ്. And he made it that we keep asking him for his special favors of prophets in our daily recitations of Surah Al-Fatiha. സൂറ ഫാത്തിഹയിലൂടെ ദിവസവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല നിശ്ചയിച്ചു തന്ന പ്രസ്തുത പ്രാർത്ഥനയിലൂടെ ദിവസവും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്മാരാകുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല മുസ്ലിം സമുദായത്തിന് മേൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സോ വെൻ അള്ളാഹ് ആൻസേഴ്സ് അവർ പ്രേയേഴ്സ്, അതുകൊണ്ട് അള്ളാഹുത്താല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ വോണ്ട് ഹി സെൻഡ് ഹിസ് പ്രൊഫറ്റ്, അള്ളാഹുത്താല അവൻ്റെ പ്രവാചകനെ നിയോഗിക്കണ്ടേ, അവൻ്റെ ദൂതനെ നിയോഗിക്കണ്ടേ. അവൻ്റെ അനുഗ്രഹം അങ്ങനെയല്ലേ നമ്മളിലൂടെ പൂർത്തിയാകുന്നത്. And the oath of allegiance is such that the believer promises Allah, exalted is He, that he shall obey the commandments through his Khalifa or messenger. അള്ളാഹുത്താല നിയോഗിക്കുന്ന ഖലീഫയിലൂടെ അഥവാ ദൂതനിലൂടെ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അവർ സ്വീകരിക്കണ്ടേ, അതനുസരിച്ച് അവർ പ്രവർത്തിക്കേണ്ടവരല്ലേ ദ ഇമാം ഓഫ് ദിസ് ഏജ്. ഈ കാലഘട്ടത്തിലെ ഇമാമിനെ അവരങ്ങനെ തിരിച്ചറിഞ്ഞ് ആ ഇമാമിൻ്റെ ഉപദേശ നിർദ്ദേശം അനുസരിച്ച് അവർ പ്രവർത്തിക്കേണ്ടതല്ലേ. അവർ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്കുള്ള ഉത്തരവായിട്ടല്ലേ ഇത്തരം ദൂതന്മാരെ അള്ളാഹുത്താല നിയോഗിക്കുന്നത്, ഇത്തരം ഇമാമിങ്ങളെ നിയോഗിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ വേദഗ്രന്ഥം കൈവച്ചിട്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല? ചിന്തിക്കുക. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.